കേവലം 60 ആയത്ത് മാത്രമുള്ള ഒരു കുഞ്ഞൻ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ മഈശത്തിൻ്റെ മാർഗങ്ങളൊക്കെ എളുപ്പമായി കിട്ടാൻ, റിസ്ക് വിശാലമായി കിട്ടാനൊക്കെ ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കിയാൽ ആ വ്യക്തിക്ക് അള്ളാഹു നൽകുന്നതാണ് എന്ന്. കൂടാതെ ഈ സൂറത്ത് ഓതുന്നവർക്ക് കിട്ടുന്ന വലിയ നേട്ടങ്ങൾ മഹാന്മാർ എണ്ണി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോയിൽ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഗർഭിണികളായ ഉമ്മമാർ, സ്ത്രീകൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നുണ്ട് എങ്കിൽ അവരുടെ പ്രസവം വളരെ എളുപ്പമായി കിട്ടാൻ, മറിയം ബീവി റളിയല്ലാഹു അൻഹ അതുപോലെ ആമിന ബീവി റളിയല്ലാഹു അൻഹയൊക്കെ പ്രസവത്തെ സംബന്ധിച്ച് പറഞ്ഞത് അവർക്കത് അറിയ പോലും ചെയ്തില്ല എന്നാണ്. അത്തരത്തിൽ എളുപ്പമായി കിട്ടാൻ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ മതി എന്നും ഇപ്രകാരം ഒന്ന് ചെയ്താൽ മതി എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായി കേൾക്കുക. എന്തൊക്കെയാണ് ഈ സൂറത്തിൻ്റെ മഹത്വങ്ങളെന്നും നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നും വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. മുഴുവനായി കേൾക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ, വന്നുപോയ അപാകതകളൊക്കെ മാപ്പ് ചെയ്തു തരട്ടെ. എല്ലാവർക്കും റാഹത്താണ്, സന്തോഷമാണ് എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് സന്തോഷം അറിയിക്കാറുണ്ട്. പല ആളുകളും പറഞ്ഞു, ഉസ്താദെ നിങ്ങളുടെ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്നവരാണ്, നിങ്ങൾ പറയുന്നതൊക്കെ പലതും ചെയ്യാറുണ്ട്, ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കാറുണ്ട്. ദിക്റുകളും സ്വലാത്തുകളും ദുആയും അതുപോലെ ഖുർആനും ആയത്തും ഒക്കെയാണ് നമ്മുടെ ചാനലിൽ പറയുന്നത്. അത് നിത്യമാക്കി ജീവിതത്തിൽ പതിവാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരും ചോദിക്കുന്ന ചോദ്യം, ഉസ്താദെ ഒരുപാട് സൂറത്തുകളും അതുപോലെ ആയത്തും ദിക്റും ഒക്കെ പറയണ്ടല്ലോ, അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഒരാൾക്ക് ചെയ്യാൻ കഴിയാന്ന്? അപ്പോൾ അവർക്കുള്ള മറുപടി, എല്ലാം കൂടെ ചെയ്യണമെന്നല്ല, മറിച്ച് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയാണ് നമ്മളെ കൊണ്ട് എത്രയാണ്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, എല്ലാം കൂടെ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല അല്ലേ. ജീവിതത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഫറായിലുകൾ, ഫർദായ കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. 5 വഖത്ത് നിസ്കാരങ്ങൾ, സക്കാത്ത്, നോമ്പ്, അതുപോലെ ഹജ്ജ് ചെയ്യാൻ നിർബന്ധമായ ആളുകൾ അത് ചെയ്യുക. ഇതൊക്കെ കൃത്യമായി എന്ത് ചെയ്യണം, അവർ ചെയ്തിരിക്കണം, അത് ഉറപ്പായും ചെയ്യണം. അല്ലാത്ത ആളുകളൊക്കെ ബാക്കിയുള്ള സുന്നത്തായ കർമ്മങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കാം. എത്രയാണ് ചെയ്യാൻ കഴിയുന്നത് അത്രയും ചെയ്യാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ എല്ലാം കൂടെ ചെയ്യണം എന്നല്ല പറഞ്ഞിരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ എളുപ്പമുള്ളത് ചിലപ്പോൾ ദിക്റ് ചൊല്ലാനായിരിക്കും. ദിക്റ് ചൊല്ലാൻ എളുപ്പമുള്ള ആളുകൾ ദിക്റ് ചൊല്ലുക. ചില ആളുകൾ ഖുർആൻ ഓതാൻ ഒരുപാട് സമയം ഉണ്ടാവും, അവർ ഖുർആൻ ഓതുക. ചില ആൾക്ക് ഹാജത്ത് നിസ്കാരങ്ങൾ, സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ സമയം ഉണ്ടാവും, എന്നാൽ അത് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ചെയ്യാൻ പറ്റുന്നത് അധികമായി ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട സംഗതി, നമ്മൾ ദായിമായി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും എന്ത് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു ദിക്റ് ചൊല്ലുന്നതാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഒരു ദിക്റ്. ഈ ദിക്റ് എല്ലാ ദിവസവും മുടങ്ങാതെ എന്ത് ചെയ്യും, 100 തവണ വീതം ഒരാൾ ചെയ്യുന്നുണ്ട്. ആ വ്യക്തി അത് ദായിമാക്കി എല്ലാ ദിവസവും ചെയ്യും. ആ 100 ദിക്റ് ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യും. ഒരാൾ എന്ത് ചെയ്യും, ആഴ്ചയിൽ ഒരിക്കൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ കുറേ അങ്ങോട്ട് 1000 2000 ഒക്കെ ദിക്റ് ചൊല്ലും. എന്നാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്താണ്, ഈ എല്ലാ ദിവസവും 100 ദിക്റ് ദായിമായി ചെയ്യുന്നുണ്ട്. ആ വ്യക്തിക്കാണ് അള്ളാഹിൻ്റെ അടുക്കൽ വലിയ സ്ഥാനവും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. ദായിമായി ചെയ്യുന്ന അമലുകളാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നാണ്. ദായിമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുക. അത് കുറഞ്ഞ വൈൻ കല്ല, അത് എത്ര കുറഞ്ഞതാണെങ്കിലും ശരി. ഇനി 10 എണ്ണം ചെയ്യുന്നുള്ളൂ, പക്ഷേ എല്ലാ ദിവസവും ചെയ്യും, എന്നാൽ അതിനാണ് കൂലിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ചെയ്യുന്ന അമൽ അത് കുറഞ്ഞതാണെങ്കിലും എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 60 ആയത്ത് മാത്രമുള്ളൊരു സൂറത്തു ദാരിയാത്ത്. വദ്ദാരിയാതി ദർവാ ഫൽഹാമിലാതി വിഖ്റാ ഫൽജാരിയാതി യുസ്റാ ഫൽമുഖസ്സിമാതി അംറാ തുടങ്ങി പരിശുദ്ധ ഖുർആനിൽ വളരെ മനോഹരമായി പാരായണം ചെയ്യാൻ പറ്റിയ ഒരു സൂറത്താണ് സൂറത്തു ദാരിയാത്ത്. സൂറത്തു ദാരിയാത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ അവർക്ക് കിട്ടുന്ന ഒരു നേട്ടം, 60 ആയത്ത് മാത്രമേ ഉള്ളൂ ഈ സൂറത്തിന് കേട്ടോ. ആരെങ്കിലും ഒരാൾ ഈ സൂറത്തു ദാരിയാത്ത് പാരായണം ചെയ്തു, എന്നാൽ അസ്ലഹല്ലാഹു ലഹു മഈശത്തഹു, അള്ളാഹു അയാളുടെ മഈശത്തിനെ നന്നാക്കി കൊടുക്കുന്ന. മഈശത്ത് നന്നാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മഈശത്തിൻ്റെ മഈശത്ത് പറഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ വേണ്ട മാർഗങ്ങൾ, ജോലി, അതുപോലെ തന്നെ വരുമാന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണല്ലോ അതൊക്കെ മഈശത്തിൻ്റെ മാർഗ്ഗങ്ങളാണ്. അള്ളാഹു അത് നന്നാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ ആ മഈശത്തിൻ്റെ മാർഗ്ഗങ്ങൾ ഇല്ലാത്ത ആളുകളാണെങ്കിൽ നല്ല ജോലി അള്ളാഹു അവർക്ക് കൊടുക്കും. ഇല്ലാത്ത ആളുകളാണെങ്കിൽ നല്ല ജോലി അള്ളാഹു കൊടുക്കും. ഇനി ഉള്ളവരാണെങ്കിൽ ആ ജോലിയിൽ അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്ത് കൊടുക്കും. അതായത് ചെറിയ ശമ്പളമേ ഉള്ളൂ, എന്നാൽ അള്ളാഹു അധികരിപ്പിച്ചു കൊടുക്കും, അധികരിക്കാനുള്ള മാർഗ്ഗങ്ങൾ തുറന്നു കൊടുക്കും. ഇനിയുള്ള ശമ്പളത്തിൽ അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്ത് കൊടുക്കും. എന്ത് ചെയ്താലും തികയുന്ന രൂപത്തിലേക്ക് അള്ളാഹു എന്ത് ചെയ്യും, ആ മഈശത്തിൻ്റെ മാർഗ്ഗങ്ങളെ അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട്. നമുക്കൊക്കെ ആഗ്രഹം അത് തന്നെയാണ്, നമുക്കുള്ളത് കൊണ്ട് റാഹത്ത് ലഭിക്കണം. അതുപോലെ തന്നെ വഊതിയ ബിറിസ്ഖിൻ വാസീൻ, വിശാലമായ റിസ്ക് കൊണ്ട് അള്ളാഹു അവരെ അനുഗ്രഹിക്കും. അതായത് അവർക്ക് ആവശ്യമുള്ള സംഗതികളെല്ലാം, റിസ്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമുക്ക് ആവശ്യമുള്ളതെല്ലാം, ആ റിസ്ക് മുഴുവൻ അള്ളാഹു എന്ത് ചെയ്യും, വിശാലമായ റിസ്ക് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുന്ന. ഒരുപാട് റിസ്ക് എന്ത് ചെയ്യും,
അള്ളാഹു നമ്മളിലേക്ക് നൽകും. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആവശ്യമുള്ളതുപോലെ വിശാലമായി കിട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ആവശ്യമുള്ളതുപോലെ കിട്ടുക. ആവശ്യമുള്ളത്ര എത്രയാണ് ആവശ്യമുള്ളത് അത്രയും ലഭിക്കുക, അത് അള്ളാഹു നൽകും. ഇനിയോ അതുമാത്രമല്ല, ഇത് ദുനിയാവിൻ്റെ കാര്യമാണ്, ദുനിയാവ് വെച്ച് കിട്ടുന്നതാണ്. ഇനി നാളെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഖബറിലേക്ക് എത്തിയാൽ ഓ നൂറുൽ ലഹു ഫീ ഖബരിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ ഖബറിൽ പ്രകാശം നൽകും. ആ വ്യക്തിയുടെ ഖബറിൽ ഒരു വെളിച്ചം അള്ളാഹു നൽകും. അവിടെ ഇരുളടഞ്ഞ ആ ഖബറിൻ്റെ ഉള്ളിൽ പ്രകാശമായിട്ട് ഈ സൂറത്ത് വരും. അതുപോലെ സിറാജ് ഒരു വിളക്ക് അള്ളാഹു നൽകും. എവിടേക്ക് പോകാൻ? ഇലാ യൗമിൽ ഖിയാമത്ത് നാൾ വരെ. ഖിയാമത്ത് നാളിലേക്ക് മഹ്ശറിലേക്ക് പോകുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിക്ക് ഒരു പ്രകാശത്തിൻ്റെ ലൈറ്റ് കൊടുത്തിട്ടായിരിക്കും അയക്കാൻ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ വിചാരിക്കും അതൊക്കെ അങ്ങനെ ഉണ്ടാവുമെന്ന്. റബ്ബിന് അതൊന്നും ഒരു പ്രയാസമുള്ള സംഗതിയല്ലല്ലോ, അള്ളാഹ്ക്ക് അതൊന്നും ഒരു വിഷയമുള്ള സംഗതിയല്ലല്ലോ, ഇല്ലേ? ഇപ്പോൾ ഈ ഒരു സൂറത്ത് ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അതെപ്പോഴും ഫീലെ യൗമിഹി ഔ ഫീ ലൈലത്തിഹി, ദിവസത്തിൽ രാവിലെയോ വൈകുന്നേരമോ ഏത് സമയത്ത് ഓതിയാലും വേണ്ടിയില്ല, പകൽ സമയത്തോ രാത്രി സമയത്തോ എപ്പോൾ ഓതിയാലും കുഴപ്പമില്ല. ആരെങ്കിലും ഒരാൾ പതിവായി ഇത് ഓതുകയാണ് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? അള്ളാഹു കൊടുക്കുന്ന നേട്ടങ്ങളാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഇത് തന്നെ മതിയെന്ന്. ദുനിയാവും ആഖിറവും നമുക്ക് രക്ഷപ്പെട്ട് കിട്ടാൻ ഈ ഒരു സൂറത്ത് പതിവാക്കിയാൽ മതിയെന്ന്. വേറെ ഒന്നും ചെയ്യേണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ചില ആൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകും. ദിക്ർ ചൊല്ലുക എന്ന് പറയുമ്പോഴത്തേക്ക് ദിക്ർ ഇങ്ങനെ ചൊല്ലിയിരുന്നാൽ മതി എന്നാണ്, വേറെ ഒന്നും ചെയ്യേണ്ട എന്ന്. അല്ലെങ്കിൽ ഖുർആൻ ഒതുക്കുക എന്ന് പറയുമ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട എന്ന് അതിൻ്റെ ധ്വനിയില്ല. ഇത് ചെയ്താൽ അത് കിട്ടും എന്ന് പറഞ്ഞു, ഓക്കെ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടെ ചെയ്യണം. മഴീഷത്തിൻ്റെ മാർഗ്ഗങ്ങൾ എളുപ്പമായി കിട്ടും, അല്ലെങ്കിൽ മഴീഷത്ത് വിശാലമായി കിട്ടും, റിസ്ക് വിശാലമായി കിട്ടും എന്ന് പറഞ്ഞിട്ട് എല്ലാ സമയത്തും വീട്ടിൽ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങിയാൽ കിട്ടുമെന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല, ജോലിക്ക് പോകണം, അതിൽ അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്ത് തരുമെന്നാണ്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിനോട് കാര്യങ്ങൾ തേടണം, അതാണ് വേണ്ടത്. അതിനുള്ളൊരു എളുപ്പ വഴികളാണ് ഈ പറഞ്ഞു തരുന്നത്. അതിന് ഫലം കിട്ടണം എന്നുള്ളതിനുള്ള മാർഗ്ഗങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക? തെറ്റിദ്ധരിച്ച് പോകാൻ പാടില്ല, തെറ്റിദ്ധാരണയിൽ പെട്ടുപോകാൻ പാടില്ല. ചില ആളുകൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി സമ്പത്ത് ഇങ്ങനെ അധികരിക്കുമെന്ന് അങ്ങനെ തെറ്റിദ്ധരിച്ച് പോകാൻ പാടില്ല. അല്ലെങ്കിൽ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നാൽ മതി സമ്പത്ത് ഇങ്ങനെ അധികരിക്കും, അങ്ങനെ ഒരാൾക്ക് കിട്ടൂല അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ പേരിൽ. മറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ അധ്വാനിക്കണം. അതോടൊപ്പം തന്നെ റബ്ബെ എൻ്റെ വഴികൾ നീ ഒന്ന് എളുപ്പമാക്കി തരണേ അല്ലാ എന്നുള്ള ആ ഒരു തേട്ടമാണ് ഈ സൂറത്തുകളും ആയത്തുകളും ദിക്റുകളും ഒക്കെ നമ്മൾ കൂടെ കൂട്ടാനുള്ള കാരണം. അത്തരത്തിലാണ് നിബിധങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, മഹാന്മാരും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് കൃത്യമായി ശ്രദ്ധിക്കാം. ഇനി ഗർഭിണികളായ സഹോദരന്മാർ ആരെങ്കിലും എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പരിഹാര മാർഗ്ഗം കൂടിയാണ് സൂറത്തുൽ ദാരിയാത്ത് പാരായണം ചെയ്യൽ. പാരായണം ചെയ്യുക എന്ന് മാത്രമല്ല, സൂറത്തുൽ ദാരിയാത്ത് എഴുതിയത് അത് ശരീരത്തിൽ ബന്ധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹലല്ലാഹു ലഹൽ വിലാദ, ആ പെണ്ണിൻ്റെ ആ സ്ത്രീയുടെ ഉമ്മയുടെ പ്രസവത്തെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. പ്രസവം എളുപ്പമാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? പ്രസവ സമയത്തുണ്ടാകുന്ന കോംപ്ലിക്കേഷനുകൾ, പ്രയാസങ്ങൾ ആ പെണ്ണിനുണ്ടാവൂല, അല്ലേ? മറിയം ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചിട്ടുണ്ട്. മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ച മറിയം ബീവി റളിയല്ലാഹു അൻഹയൊക്കെ പ്രസവം കഴിഞ്ഞ ഉടനെ അള്ളാഹു പറഞ്ഞത് ഫഹുസി ഇലൈകി ബിജിദ്ഇൻ നഖില, പോയിട്ട് ആ ഈത്തപ്പഴം വരെ കുറുക്കിയിട്ട് ഈത്തപ്പഴം വാരി കഴിച്ചോളാനാണ്. നമ്മുടെയൊക്കെ ഉമ്മമാർ പ്രസവിച്ച് കഴിഞ്ഞാൽ, സഹോദരിമാർ പ്രസവം കഴിഞ്ഞിട്ട് പിന്നെ അനങ്ങണമെങ്കിൽ 2-3 ദിവസം കഴിയണം, ഒന്ന് മര്യാദയ്ക്കൊന്ന് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ, അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓരോരുത്തർ. പക്ഷേ മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അത് എളുപ്പമാക്കി കൊടുത്തു അള്ളാഹു. മറിയം ബീവി റളിയല്ലാഹു അൻഹ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിച്ചു. അവിടുത്തെ പ്രസവ സമയത്തുണ്ടാകുന്ന ഒരു പ്രയാസവും അനുഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. സാധാരണ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം, ഒരു ടെൻഷൻ, ഒരു ബേജാറും ഉണ്ടായിരുന്നില്ല എന്നാണ്. മലക്കുകളാണ് പ്രസവം എടുത്തത്. മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ, മുത്തുനബി തങ്ങളുടെ ഉമ്മ, അവിടുന്ന് പറയുന്നുണ്ട് സാധാരണഗതിയിൽ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഇടങ്ങേറും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ. അപ്പോൾ അള്ളാഹുവിന് അതൊരു പ്രയാസമുള്ള സംഗതിയാണ്. അത് റബ്ബ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായി റബ്ബിനോട് ചോദിക്കാം. പറ്റേ വേദന ഉണ്ടാവൂല, അല്ലെങ്കിൽ ഇടങ്ങേറാവൂ, അങ്ങനെയല്ല. സാധാരണഗതിയിൽ ടെൻഷൻ ആവേണ്ട ഒരു വിഷയം ഉണ്ടാവില്ല. മനസ്സമാധാനം അള്ളാഹു നൽകും, എളുപ്പമാക്കി തരും, പെട്ടെന്നാക്കി തരും. ഇങ്ങനെ കോംപ്ലിക്കേഷനായി ഇടങ്ങേറായി സിസേറിയനാക്കേണ്ട അവസ്ഥയൊന്നും അള്ളാഹു നൽകൂല. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക്, ഗർഭിണികളായ സ്ത്രീകൾക്കൊക്കെ അള്ളാഹു സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലേ? കോംപ്ലിക്കേഷനൊക്കെ വന്ന് ഇടങ്ങേറായി തിയേറ്ററിൻ്റെ മുമ്പിലൊക്കെ കാത്തു നിൽക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് ബേജാറാണ്. അള്ളാഹു അവർക്കൊക്കെ റാഹത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതുപോലെയുള്ള വിഷമങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനൊക്കെ ഈ ഒരു സൂറത്ത് ഉപകരിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയൊരു സൂറത്താണ്. ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ട് കിട്ടാൻ, നമ്മുടെ മഈശത്തുകൾ എളുപ്പമായി കിട്ടാനൊക്കെ ഉപകരിക്കുന്നൊരു സൂറത്ത് ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. ദിവസം ഒരു തവണ ഏതെങ്കിലും ഒരു സമയത്ത് 60 ആയത്ത് വളരെ എളുപ്പത്തിൽ ഓതാൻ പറ്റിയ ആയത്തുകളാണ്. അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. കാരണം ഒരുപാട് ആഗ്രഹങ്ങളുള്ളവർ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. അവർക്കൊക്കെ ഉപകരിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു ഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടും, ഒരു കൂലി കിട്ടും ഇൻഷാ അല്ലാഹ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും
ചെയ്യാൻ മറക്കരുത് ഇൻഷാ അല്ലാഹ്. കാരണം നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോ, അതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുകളിലുണ്ട് ഉപയോഗപ്പെടുന്ന വീഡിയോകൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ കാണാനും കിട്ടാനും ഒക്കെ ഉപകരിക്കും. അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായൊക്കെ രേഖപ്പെടുത്തുക. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.